ഡോൺ വറി ന്യൂസ് ഇന്ന് എത്തി നിൽക്കുന്നത് ആനിക്കാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മച്ചാനിപ്പടി ഹെൽത്ത് സെൻ്ററിൻ്റെ മുൻപിലാണ്. ഇവിടെയാണ് ഒരു വിരുദ്ധൻ ആവശ്യമില്ലാത്ത നുണപ്രചരണവും ഒട്ടനവധി വാട്സപ്പിൽ ഷെയർ ചെയ്യുകയും, എന്നാൽ ഉടനടി ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഈ വാർത്ത ഡോൺ വറി ന്യൂസ് കാണുകയും, എന്നാൽ ഇതൊരു തെറ്റായ വാർത്തയാണെന്ന് ഡോൺ വറി ന്യൂസിന് മനസ്സിലാവുകയും, കാരണം ഞാൻ ഈ ആനിക്കാട് പഞ്ചായത്തിൽ താമസിക്കുന്ന സ്ഥിര താമസക്കാരനാണെന്ന് ഇരിക്കുകയാണ് ഇതുപോലെയുള്ള ഒരു തെറ്റായ വാർത്തയ്ക്ക് ഡോൺ വറി ന്യൂസ് ഒരിക്കലും കാതു കൊടുക്കില്ല. ഇതുപോലെയുള്ള അതിക്രമങ്ങളൊന്നും ഡോൺ വറി ന്യൂസ് വെച്ചു വെറുപ്പിക്കില്ലെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹം ഇതുപോലെയുള്ള ഒരു വാർത്ത ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം വന്നാൽ ഇതിൽ ചോർന്നൊലിക്കുന്നത് മാത്രം അദ്ദേഹം എന്താണ് ശ്രദ്ധിക്കാതെ പോയത്? കാരണം വഴിയെ പോകുന്ന വയ്യാവേലിയെല്ലാം ഏണി വെച്ച് പിടിക്കുന്ന അദ്ദേഹത്തിന് സത്യത്തിൻ്റെ ശരിയായ മുഖം എന്തേ കാണാതെ പോയത്? ഡോൺ വറി ന്യൂസ് ഇത് ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നു. ആനിക്കാട് PHCയുടെ കീഴിലുള്ള നൂറോമാവ് ജനകീയ ആരോഗ്യ കേന്ദ്രം 4-ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു JPHN മാത്രമാണ് ഇവിടെയുള്ളത്. സീനിയർ JPHNായ MK ശ്യാമളകുമാരിക്കാണ് ഇവിടുത്തെ ചുമതല. ഒപ്പം PHCയിലെ ജോലികളും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ മാസം 24 മുതൽ 28 വരെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇവാലുവേഷന് പോയപ്പോഴാണ് സാമൂഹ്യവിരുദ്ധൻ ആരോഗ്യ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതെന്ന് സബ് സെന്ററിലെ ഏക ജീവനക്കാരിയായ ശ്യാമളകുമാരി പറഞ്ഞു. ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലാണെന്നും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണെന്നും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന ആളുടെ ഉദ്ദേശ്യമെന്ന് ശ്യാമളകുമാരി പറഞ്ഞു. സബ് സെന്റർ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടത് PWD ആണ്. കഴിഞ്ഞ വർഷം അതുണ്ടായില്ല. എങ്കിലും ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും സബ് സെന്ററും പരിസരവും വൃത്തിയായാണ് സൂക്ഷിക്കുന്നത്. വ്യാജ വാർത്തയിലൂടെ തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതോടൊപ്പം ജാതീയമായി അധിക്ഷേപിക്കുകയാണ് ലക്ഷ്യമെന്നും ശ്യാമളകുമാരി വ്യക്തമാക്കി. ഈ ജൂണിൽ, അതായത് 2024 ജൂണിൽ 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെ എനിക്ക് ഡെങ്കിപ്പനി ബാധിച്ച് ഞാൻ അവധിയിലായിരുന്നു. 20, 21 ആനിക്കാട് ആശുപത്രിയിൽ PHCയിൽ ഈ ഡയറക്ടറേറ്റിൽ നിന്ന് ഇവാലുവേഷൻ ടീം 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെ കുന്നന്താനം ബ്ലോക്ക് ഇവാലുവേഷന് വരുന്നത് സംബന്ധിച്ച് എനിക്ക് കുറച്ച് രജിസ്റ്റേഴ്സ് ശരിയാക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ PHCയിൽ ഡ്യൂട്ടി എടുക്കുകയായിരുന്നു. 22-ാം തീയതി ഇവിടെ പ്രതിരോധ കുത്തിവയ്പ്പ് ഡോക്ടർ നിഷോർ സാറ് വന്ന് ഇവിടെ ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും രോഗപ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി. അപ്പോൾ നടത്തിയപ്പോൾ ഏകദേശം 25ഓളം കുഞ്ഞുങ്ങൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പിനായിട്ട് ഈ സബ് സെൻ്ററിലേക്ക് വന്നു. അന്ന് ഇവിടെ മോശമായിട്ടും ഇയാൾ ഹുസൈൻ റാവുത്തർ പറയുന്ന രീതിയിൽ വൃത്തികെട്ട രീതിയിൽ കാലിത്തൊഴുത്ത് പോലെ കിടക്കുകയായിരുന്നെങ്കിൽ ഈ 25 കുഞ്ഞുങ്ങളെ ഇവിടെ കുത്തിവെക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ വന്നപ്പോൾ ഇങ്ങനെ ഇയാൾ വീഡിയോയിൽ പറയുന്ന ചാക്ക് കെട്ടോ ഈ വൃത്തികെട്ട തുണിയോ എന്ന് ഇയാൾ പറയുന്നതൊന്നും ഇവിടെ ഇല്ല. ഈ വൃത്തികെട്ട തുണിയെന്ന് ഇയാൾ സംബോധന ചെയ്തത് ഈ സബ് സെൻ്ററിൻ്റെ വരാന്ത ഭാഗം, ഷീറ്റ് ഇട്ടിരിക്കുന്ന ഭാഗം ചോർച്ചയുണ്ട്. അത് ചോർന്നിട്ട് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് തുടയ്ക്കാനായിട്ട് ഇട്ടിരുന്ന തുണിയാണത്, അല്ലാതെ അത് വൃത്തികെട്ട തുണിയല്ല. ഈ ഹുസൈൻ റാവുത്തർ, ഉടനടി ഹുസൈൻ എന്ന് വിളിപ്പേരിൽ നടക്കുന്ന ഹുസൈൻ റാവുത്തർ റോഡിൽ നിന്ന് നോക്കിയപ്പം ഈ സബ് സെൻ്ററിൻ്റെ മുകളിൽ, അതായത് ഈ വരാന്തയിൽ കെട്ടിയിരുന്ന നീല ഒരു ടാർപ്പാളിൻ ഷീറ്റ് അയാളുടെ കണ്ണിൽ വന്നില്ല. ആ ഷീറ്റ് ഇട്ടിരുന്നത് വെറുതെ ഇട്ടതല്ല, ആ ഭാഗം ചോർന്നൊലിക്കുന്നിടത്ത് ഇട്ടിരുന്നതാണ്. അപ്പോൾ ഈ 2 പ്രാവശ്യം ഞാൻ വന്ന് 10 മാസമായതേ ഉള്ളൂ. ഞാൻ റാന്നിയിൽ നിന്ന് ആനിക്കാട് ഈ സബ് സെൻ്ററിലേക്ക് വന്നിട്ട് ഞാൻ വരുമ്പം മുതൽ ഇവിടെ ഇങ്ങനെ ഈ ചോർച്ചയുണ്ട്. അപ്പോൾ ഈ ചോർച്ച ഉള്ളപ്പോൾ തന്നെ 2-3 പ്രാവശ്യം ഫോണിലും വിളിച്ചു പറഞ്ഞു. 2 പ്രാവശ്യം അപേക്ഷയും PWD ഓഫീസിലെത്തിച്ചു. ഇതിന് മെയിൻ്റനൻസ് ചെയ്യണം, ചോർച്ച പരിഹരിക്കണം, ചുറ്റുവട്ടത്തുള്ള മരങ്ങളുടെ ശാഖകൾ ഇറക്കി തരണം, പെയിൻറ്റിങ് നടത്തണം, ഇതൊക്കെ പറഞ്ഞ് തന്നെ കൊടുത്തതാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഫണ്ടില്ലെന്ന് പറഞ്ഞ് അത് ചെയ്തില്ല. ഈ പ്രാവശ്യം
ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റില്ല, ഇവിടെ ചോർന്നൊലിക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു ഓവർസിയറെ വിടാം, പരിഹരിക്കാൻ ഇതിനെ നോക്കാനായിട്ട് വിടാം എന്ന് പറഞ്ഞു. ഈ പെയിൻറ്റിങ്ങിനകത്തോ അതുപോലെ തന്നെ ഈ ചോർച്ച പരിഹരിക്കേണ്ടതോ JPHനായ എൻ്റെ ജോലിയല്ല എന്ന് ഇയാൾക്ക് കൃത്യമായിട്ടറിയാം. ഇതൊരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണെന്നും ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ആണെന്നും ഇയാൾക്ക് അറിയാമായിട്ടല്ല, ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ സബ് സെൻറ്ററിൻ്റെ പുരോഗതിക്ക് വേണ്ടി അയാൾ ഇത് എടുത്തതെന്നാണ് വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ആയിരുന്നെങ്കിൽ ഈ ചോർച്ച ഉണ്ടായതും പെയിൻറ്റിങ്ങിൻ്റെ കാര്യവും ഇയാൾ ഇതിനകത്ത് പറഞ്ഞേനെ. പക്ഷെങ്കിൽ ഇയാൾ അത് പറയാതെ ജീവനക്കാരിക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഈ 24ഉം 25ഉം തീയതികളിൽ ഈ ഇവാലുവേഷൻ പ്രമാണിച്ച് ഞാൻ PHC 24-ന് ഞാൻ CHC കുന്നന്താനത്തും 25-ന് ഞാൻ FHCയിൽ ഡയറക്ടറേറ്റിൽ നിന്ന് വന്ന ഇവാലുവേഷൻ ടീമിൻ്റെ മുമ്പിൽ ഇവാലുവേഷന് വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇയാൾ എൻ്റെ സെൻറ്ററിൽ അതിക്രമിച്ച് കടന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ എടുത്തതിലല്ല എനിക്ക് പ്രശ്നം, പക്ഷേങ്കിൽ ആ ചോർച്ച അയാൾ കാണാതെ പോയതിലാണ്. അപ്പോൾ ഇയാളുടെ ലക്ഷ്യം ഈ സബ് സെൻറ്ററിനെ പുരോഗതിക്കോ ഇങ്ങനത്തതിന് വേണ്ടി ഒന്നിനും വേണ്ടിയല്ല, മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം ഒന്നുകിൽ ഞാനിവിടെ സ്ഥലം മാറി വന്നതിൽ താല്പര്യമില്ലാത്ത ആരെങ്കിലും ജീവനക്കാരാണോ, അതാരാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ എന്നറിയത്തില്ല, ഹുസൈൻ റാവുത്തർ ചുങ്കപ്പാറയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് എന്നെ അവഹേളിക്കുകയും ചെയ്തു. ഹുസൈൻ റാവുത്തറുടെ കൂട്ടത്തിൽ അയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവിടെ നേരത്തെ ഇരുന്ന് ആനിക്കാട് നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയ ജീവനക്കാരും അതുപോലെ തന്നെ കോട്ടാങ്ങൽ, കൊറ്റനാട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ഈ ആരോഗ്യവകുപ്പ് ജീവനക്കാരും ഇയാളുടെ ഗ്രൂപ്പുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അയാൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരിതെടുത്ത് എല്ലാ ഗ്രൂപ്പുകളിലും സെൻഡ് ചെയ്തു. അങ്ങനെ അവർ സെൻഡ് ചെയ്ത ഒരു വീഡിയോ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ S. നായർ സാറ് എടുത്ത് ഞങ്ങളുടെ PHCയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലിട്ടപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഇതിനകത്ത് ജീവനക്കാരി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. അന്നേ ദിവസം ഈ ചാക്കുകെട്ടെന്ന് പറയുന്നത് 22-ാം തീയതി വൈകിട്ട് ഇവിടെ സബ് സെൻറ്ററിൽ കുത്തിവയ്പ്പ് കഴിഞ്ഞപ്പോഴൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഹരിതകർമ്മസേനക്കാർ വന്ന് ഇതെടുത്ത് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ വന്ന് ഇവർക്കിത് കൊണ്ടുപോകാൻ മേലാതെ അവിടെ ചാരി വെച്ചത് 3-ാം വാർഡിലെ വാർഡ് മെമ്പർ പ്രേംസിയുടെ അറിവോടെയാണ് അവരത് അവിടെ ചാരി വെച്ചിട്ട് പോയത്. ഞാൻ കുത്തിവയ്പ്പ് കഴിഞ്ഞപ്പോൾ PHC പോവുകയും ചെയ്തു. ഇവർ 25-ാം തീയതി വൈകിട്ട് ഈ ചാക്ക് ഇതെടുത്തുകൊണ്ട് ഹരിതകർമ്മസേനക്കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതിനകത്തും എനിക്ക് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത് കാലിത്തൊഴുത്തെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ പുറത്തുനിന്ന് ഈ സെൻറ്റർ കാണാത്ത ഒരാൾ അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടും അതുപോലെ രീതിയിലാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഈ സബ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 50-ൽ പരം വർഷം പഴക്കമുള്ളൊരു സെൻറ്ററാണ്. ഇതിന് വർഷാവർഷങ്ങൾ മെയിൻ്റനൻസ് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് പൊതുജനങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് മനഃപൂർവ്വം ഇവിടെ ഏകദേശം ഇവിടെ ഒരു ചാർജിലെന്ന് പറഞ്ഞാൽ ഒരു JPH ഞാൻ മാത്രമാണ്. മാരിക്കലെ ഒരു JHIക്കും ഒരു MLSPക്കുമാണ് ചാർജ്. ഇവിടെ അഡീഷണൽ ചാർജ് ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നു ഒരു MLSP, സ്ഥലം മാറിപ്പോയിട്ട് പകരം ആൾ വന്നതുമില്ല. എനിക്ക് തന്നെ PHCയിലും LHI ഇൻചാർജായിട്ട് അവിടുത്തെ ഡ്യൂട്ടികളുമുണ്ട്. ആഴ്ചയിൽ 3 ദിവസം എടുത്ത് എനിക്ക് PHCയിലും പോകണം. അതായത് 4 ജീവനക്കാരുടെ ഏകദേശം ജോലികൾ ചെയ്യുന്ന എന്നെ കൃത്യമായിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചാൽ അറിയാം. ഞാൻ എൻ്റെ ഈ 27 വർഷത്തെ സർവീസിനകത്ത് DHSൻ്റെ സർവീസ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഇതുപോലെ ഒരാളും എന്നെ അവഹേളിക്കുകയോ എന്നെ സമൂഹ മധ്യത്തിൽ ഇത്ര വ്യക്തിഹത്യ ചെയ്യുകയോ ചെയ്തില്ല. ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇത് പ്രചരിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നിക്കുന്നത് ഞാനൊരു പട്ടികജാതിക്കാരിയായ ജീവനക്കാരിയായതുകൊണ്ട് എനിക്കാരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല. അത് തന്നെയല്ല, ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് ഈ സ്ഥാപനത്തിനകത്ത് നേരെ അല്ലെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കാം. ഞങ്ങളും PSCയുടെ പരീക്ഷ എഴുതി പാസ്സായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. ഈ സ്ഥാപനങ്ങളിലും ഒക്കെ ഇരിക്കുന്നത്. ഞാനൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്നതിൽ മറ്റാർക്കെങ്കിലുമുള്ള ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഇയാളെ കരുവാക്കുന്നതാണോന്നും എനിക്കറിയത്തില്ല.
എന്തു തന്നെയാണേലും ഹുസൈൻ റാവുത്തർ എന്നെ സമൂഹ മാധ്യമത്തിൽ വ്യക്തിഹത്യ നടത്തുകയും അപമാനിക്കുകയും ചെയ്ത്, അതും ഇല്ലാത്ത യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി. കാരണം ഈ ഹുസൈൻ റാവുത്തർക്ക് ഈ സബ് സെൻറ്റർ കണ്ടപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ ഓഫീസറെ വിളിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിനോടെങ്കിലും ചോദിക്കാം. അയാൾക്ക് വിവരങ്ങൾ അറിയണ്ട, അയാൾക്ക് ഇങ്ങനെ ആരോഗ്യവകുപ്പിൽ നുഴഞ്ഞു കയറി ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ അയാളുടെ റീച്ച് കൂട്ടാൻ തന്നെ. അതിന് പക്ഷേ ആരോഗ്യവകുപ്പ് ജോലിയുള്ളവർ തന്നെ ഇയാളുടെ വാട്സപ്പ് കൂട്ടായ്മയിലിരുന്ന് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിനും അന്നം തരുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അതിലേക്ക് വരുന്ന വീഡിയോകൾ ഇതുപോലെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഇതിനെതിരെ ഞാൻ DMOയ്ക്കും DHSനും ഈ ജീവനക്കാർക്കുൾപ്പെടെ ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്കെതിരെയുള്ള വീഡിയോ ഇയാളുടെ ഗ്രൂപ്പിലുള്ള ആരോഗ്യ പ്രവർത്തകരാണ് അവിടെ ഇവിടെയൊക്കെ സെൻഡ് ചെയ്തത്. അപ്പം ഇയാളുമായിട്ട് എന്ത് തരത്തിൽ, കാരണം ഇയാൾ ഒരു സമൂഹത്തിലൊരു വലിയൊരാളായിട്ട് എനിക്ക് തോന്നിക്കുന്നില്ല ഈ ആരോഗ്യ പ്രവർത്തകർക്ക് അയാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ ഇവർക്കിടയിലുള്ള എന്ത് റിലേഷനാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇത് ഈ ജീവനക്കാർക്കെതിരെ അന്വേഷണം നടത്താനും ഈ വീഡിയോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത ജീവനക്കാർക്കെതിരെ അന്വേഷണം നടത്താനും ഈ വ്യാജ വീഡിയോ എടുത്ത് എന്നെ അപമാനിച്ച് ഹുസൈൻ റാവുത്തർക്കെതിരെ കർശന നിയമ നടപടികളുമായിട്ടും മുമ്പോട്ട് പോകുന്നെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഇങ്ങനെ ദ്രോഹിക്കുന്ന അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് മാധ്യമപ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകർക്കും ഹുസൈൻ റാവുത്തറിനെ പോലുള്ള ആളുകൾ ഒരു ഭീഷണിയാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഇയാളിടുന്ന ഈ കള്ള വീഡിയോകൾ ഷെയർ ചെയ്യാതിരിക്കുക, ഇയാളെപ്പോലുള്ളവരെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇത് ഈ ഒരു ഉടനടി ഹുസൈൻ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ ഒരു ചാനലിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഉത്കണ്ഠയാണ് സത്യത്തിൽ തോന്നിയത്. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഇവർ നൽകുന്നത് സത്യത്തിൽ അതൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് അധികാരികൾ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവർ ഉന്നയിക്കുന്നത്. ഒന്നാമത് ഈ പറയുന്ന ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ ആ കെട്ടിടം തന്നെ PWDയുടെ കെട്ടിടമാണ്. അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾക്കൊക്കെ പഞ്ചായത്ത്, ഞാനടങ്ങുന്ന പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ PWDക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ഈ പെയിൻറ്റിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈ പെരുമഴക്കാലമാണ്, നമുക്കറിയാമല്ലോ. പെരുമഴക്കാലത്ത് ഈ പായലുണ്ടാകുകയും അതുപോലെ തന്നെ അടുത്ത് ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ അരികിലായിട്ട് മാവ് അതുപോലെ തന്നെ ബദാം, ഈ മരങ്ങളൊക്കെയാണ് അതിന് ചുറ്റിലും കൂടുതലായിട്ട് നിൽക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇലകൾ കൊഴിയുന്നതാണ്. ഒരു മണിക്കൂർ അല്ല 2 മണിക്കൂർ ഇടവിട്ട് അവിടെ തൂക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇവർ വെറുതെ ഒരു ന്യൂസിന് വേണ്ടി ഇങ്ങനെ ഒരു ഫേക്കായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന, അതിനകത്ത് ഒരു കാര്യവുമില്ല. അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് പഞ്ചായത്തിന് യാതൊരു ആക്ഷേപമില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു സെൻ്ററാണ്. നമ്മളെ ചെട്ടിമുക്ക് ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻ്ററാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് ഒന്നും പറയാൻ ആ ഒരു സെൻ്ററിനെ സംബന്ധിച്ച് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഒരിക്കലും എനിക്ക് തോന്നുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെ അപമാനിക്കാനും അതൊക്കെ തക്കം പാർത്തിരിക്കുന്ന ചില തൽപര കക്ഷികളുടെ പ്രേരണയുടെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു വാർത്ത ഈ ഫേസ്ബുക്കല്ല ഇതുപോലുള്ള ഉടനടി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ മാധ്യമ രംഗത്ത് നിൽക്കുന്ന ചാനലുകൾ അത് ഈ പ്രദേശത്ത്, ഈ ദേശത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷ കക്ഷികളെന്നും ഭരണകക്ഷി കക്ഷികളെന്നുള്ള നിലയ്ക്കുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് മാധ്യമങ്ങളെന്ന് പറയുന്നത്. ഈ മാധ്യമങ്ങളെ പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഫേക്ക് ന്യൂസുകളൊക്കെ ഇത്തരത്തിലുള്ള ഉടനടി ഉടനടി ഹുസൈൻ, ഇതൊക്കെ എന്ത് പേരാണ്? ഇത്തരത്തിലുള്ള പേരുകളൊക്കെ ഇട്ട് ഇവിടെ നമ്മുടെ ആനിക്കാട് പ്രദേശത്ത്, ആനിക്കാടെന്നല്ല ഈ ദേശത്തെ
നല്ലൊരു മാധ്യമപ്രവർത്തകനാണ് നമ്മുടെ മനീഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ തന്നെ നമ്മുടെ ഇവിടെ പ്രാദേശികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഡോണ്ട് വറി എന്ന് പറയുന്ന ചാനൽ. അദ്ദേഹമൊക്കെ ഈ നാട്ടിലെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇതുപോലെ മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന അല്ലെ അവർക്കെല്ലാം അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഉടനടി ഹുസൈൻ എന്ന് പറയുന്ന ഇയാൾ മാധ്യമ പ്രവർത്തകനാണെന്നും പുള്ളി ഒരു ചാനൽ പ്രവർത്തകനാണെന്നും പറഞ്ഞു നടക്കുന്നത്. അത് വളരെയധികം ഈ മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമാണിത്. ആനിക്കാടിൻ്റെതായിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ജീർണിച്ച ഒരവസ്ഥയിലാണ്. ഇതിൻ്റെ ചോർച്ചകൾ കൊണ്ട് അതിന് പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഇതിന് ചുറ്റും മരമാണ്. ഈ മരമെല്ലാം കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞ് കമ്പെല്ലാം വീണ ഇതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതൊന്ന് വെട്ടി മാറ്റി കൊടുക്കണം. അതിനോടനുബന്ധിച്ച് ഇവിടെ അതിൻ്റെ കൊതുകുകളും ഈച്ചകളും എല്ലാം പ്രശ്നമാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് സ്റ്റാഫുകൾ നല്ല സഹകരണവും നല്ല പ്രവർത്തനങ്ങളുമൊക്കെയാണ്. അതിന് അവിടുന്ന് സഹായങ്ങളെല്ലാം ഉണ്ടാകണം. നമസ്കാരം. ഞാൻ ഈ ഡോണ്ട് വറി ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഈ ഹെൽത്ത് സെൻ്ററെ കുറിച്ച് അഭിമുഖം ചെയ്യുകയാണ്. ഈ ഹെൽത്ത് സെൻ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇത് ധാരാളം മരങ്ങളുടെ നടുവിലാണ് ഈ ഹെൽത്ത് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത്. എപ്പോൾ ഒരു മഴ പെയ്താലോ ഒരു കാറ്റടിച്ചാലോ മരത്തിൻ്റെ ഇലകളും അതിൻ്റെ ശിഖരങ്ങളും എല്ലാം ഒടിഞ്ഞ് താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അത് നമ്മളിപ്പോൾ രാവിലെ തൂത്താൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ഇല ഒഴിഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ സെൻ്ററിൻ്റെ പരിസരം വന്ന് കാണുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഹുസൈൻ റാവുത്തർ എന്ന് പറഞ്ഞ ഒരു ഫ്രോഡ് ചാനലുകാരൻ വന്നു. ചാനലല്ല, അവൻ ഓൺലൈൻ ചാനലെന്ന് പറഞ്ഞാൽ അവൻ ഏതാണ്ട് വലിയ മിടുക്കനാണെന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞത്, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ പെരുമ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് നിരവധി കംപ്ലയിൻറ്റുകൾ ആൾക്കാരിങ്ങനെ ഇവൻ ഫ്രോഡ് പണികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവനെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ട് ഇവനെ താക്കീതും ഞാൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ ദേഷ്യവും കൂടെ തീർക്കാനായിരിക്കും അവനെ ഈ ചുങ്കപ്പാറയിൽ നിന്നും അവൻ തെരഞ്ഞു പിടിച്ച് ഇവിടെ ആനിക്കാട് പഞ്ചായത്തിലെ കുഗ്രാമത്തിലിരിക്കുന്ന ഈ സെൻ്ററിൽ വന്ന് ഇവിടുത്തെ നേഴ്സായ ആളിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഫ്രോഡ് ന്യൂസ് അവനിട്ടത്. ഇവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവനെ മാധ്യമം പ്രത്യേക സ്ഥാപനത്തിൽ തിരിമറി കാണിച്ചതിന് ഇവനെ അവർ പുറത്താക്കിയവനാണ്. ഇവൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് സമൂഹ മാധ്യമത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവനെപ്പോലുള്ള പുഴുക്കുത്തുകളെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമൂഹത്തിന് തന്നെ ഒരു ബാഡ് മെസ്സേജാണ് വരുന്നത്. ഹെൽത്ത് സെൻ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഇതാണ്. ഞങ്ങളുടെ കൊച്ചു പിള്ളേർ ഇവിടെ വന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ഗുളികയെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അടുത്ത് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഒരു അംഗനവാടിയുണ്ട്. അംഗനവാടി പിള്ളേരുണ്ട്. ഈ മരങ്ങൾ വെട്ടി മാറ്റി കൊടുക്കാനുള്ളൊരു മഴയും കാറ്റുമായതുകൊണ്ട് ഈ മരങ്ങൾ വെട്ടി മാറ്റി കൊടുക്കണം. അതിന് ഇവിടുത്തെ സിസ്റ്റർമാരെല്ലാം നല്ല സഹകരണമുണ്ട്. നല്ല സഹകരണമാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സഹകരിക്കുന്നു. ഈ ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങൾ പലപ്പോഴും ഇതിന് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സേവനമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ വിളിച്ചറിയിക്കുകയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു പ്രവർത്തനവും സേവനമാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹകരണവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും, നമ്മുടെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് മാത്രം പറയുന്നു. നിങ്ങൾ തീരുമാനിക്കുക, ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ വെച്ച് പറപ്പിക്കണോ? ഇതുപോലെയുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന ഒട്ടനവധി മാധ്യമപ്രവർത്തകരുടെ ജോലി, കാരണം ഒട്ടനവധി സത്യസന്ധമായ വാർത്ത രംഗത്ത് കൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർക്കൂടെ ഇത് ഭീഷണിയാണെന്ന് പറയുന്നു ഡോണ്ട് വറി ന്യൂസ്. ഇതുപോലെയുള്ള നരാധവന്മാരെ ഒന്നും വെച്ച് പൊറപ്പിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോണ്ട് വറി ന്യൂസ് മറ്റൊരു വാർത്തയും മറ്റൊരു വിശേഷവുമായി നാളെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്, ഡോണ്ട് വറി ന്യൂസ്.